നമസ്കാരം. കെനിയയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞത് ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇന്ത്യൻ സംഘത്തിലെ 5 മലയാളികളടക്കം 6 പേർക്ക്. ഖത്തറിൽ നിന്ന് ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാനായി കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. പാലക്കാട് മണ്ണൂർ സ്വദേശികളായ റിയ, മകൾ ഡെയ്റ, തിരുവല്ല സ്വദേശി ഗീത ഷോജി ഐസക്, തൃശൂർ വെങ്കിടങ്ങ് സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, മകൾ റൂഫി മെഹറിൻ എന്നിവരാണ് മരിച്ചത്. റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ് എന്നിവരുൾപ്പെടെ പരിക്കേറ്റവരിൽ 14 മലയാളികളും ഉണ്ടെന്നാണ് വിവരം. 28-അംഗ ഇന്ത്യൻ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. കെനിയയിലെ ധ്യാൻദരുവയിലെ ഓളോ ജോറോക് നഗൂറു റോഡിൽ ഗിച്ചാഗ മേഖലയിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ബസ്സിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ നഗൂറുവിൽ നിന്ന് നാഹുരുരുവിലെ റിസോർട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി നാഹുരുരുവിലെ റിസോർട്ടിൽ തങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ കനത്ത മഴയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് കെനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിക്കേറ്റവരെല്ലാം നാഹുരുരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഞാൻ ദരുവ കൗണ്ടി കമ്മീഷണർ അബ്ദുലിസാഖ് ജർദേസ കെനിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കനത്ത മഴ ആരംഭിച്ചതിന് പിന്നാലെയാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടമായതെന്നായിരുന്നു ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം. കുത്തനെ ഇറക്കത്തിലുള്ള വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. നിയന്ത്രണം വിട്ട ബസ് പലതവണ മലക്കം മറിഞ്ഞാണ് താഴ്ചയിലേക്ക് പതിച്ചത്. 100 മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്കായിരുന്നു ബസ് മറിഞ്ഞത്. അതേസമയം അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി അധികൃതർ അന്വേഷണം ആരംഭിച്ചതായി കെനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽ 27 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മരിച്ച റിയയുടെ ഭർത്താവ് ജോയൽ ഗുരുതര പരിക്കുകളോടെ കെനിയയിലെ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്.